നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ഇന്നെൻ്റെ ഒരു നീരാട്ടാണ് കേട്ടോ. എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും ശല്യമാണെന്നേ. എന്തായാലും ഞാനിന്ന് ഔട്ട്ഡോർ ഒരു പാചകമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അല്ല, വെറൈറ്റി ആയിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ എൻ്റെ ഒരു നീരാട്ടും കൂടെ ഉണ്ട്. നിങ്ങളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പോകാം കേട്ടോ. കൂടെ വന്നുള്ളൂ. ഞാൻ നേരെ ഇങ്ങ് മീൻ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ മീൻ കടയാണ്. ഇന്ന് മീൻ കുറവാണ് കേട്ടോ, എല്ലായിടവും മീൻ കുറവാണ്. ഞാൻ നേരെ വരുന്ന വഴിയിൽ ഒരു വണ്ടിക്കാരനെ കണ്ട് വണ്ടിക്കാരനോട് ചോദിച്ചപ്പോഴും മീൻ വളരെ കുറവെന്നാണ് പറഞ്ഞത്. എന്നാലും പിന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 ഐറ്റം മീനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണൻ കൊഴിയാള വലിയ ഐറ്റം, നമ്മുടെ നവരയുണ്ട്, മത്തി, എന്ത് പറയാനാണ് ഇവിടെ ഈച്ചയൊക്കെ ഇടയിൽ മത്തി മരുന്നടിക്കാത്ത മീനെന്നാണ് നമ്മളെ പ്രിയ സുഹൃത്ത് പറയുന്നത്. മത്തി ചെറിയ മത്തിയാണ് കേട്ടോ. ഇതിലെന്ത് വാങ്ങിക്കണമെന്നാണ് ഇപ്പം എൻ്റെ ഒരു ആകെപ്പാടെയുള്ള കൺഫ്യൂഷൻ. എന്തുവാടേ നിങ്ങൾക്ക്, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇതിൽ ഏത് മീനാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. നീ എൻ്റെ ഫേസ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഇങ്ങോട്ട്. ഇപ്പൊ KSFയിൽ പോണെന്നാ മീൻ ഇട്ടിട്ട് പോവാ. മത്തി എത്ര രൂപയുടെ? ഇത്രയും 100 രൂപയാ? ഇത്രയും 100 രൂപയുടെ മത്തിയാണ്. അപ്പൊ മത്തിച്ചാള മണക്കിണ് മണക്കിണ് മലങ്കാറ്റ് കുളിരിണ് കുളിർ മലയെത്തി പെണ്ണെ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ പ്രിയ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മത്തി മീൻ, ചെറുമീന് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു വലിയ മത്തി കണ്ടപ്പോ അവ എടുത്ത് കാണിച്ചതാണ്. അതെ അതെ. അപ്പൊ മത്തി മീനാണ് ഞാൻ വാങ്ങിയിടേ. ഇത് വെട്ടിക്കഴുകാൻ കുറെ സമയം പിടിക്കുമല്ലോ ഇവിടെ. വല്ല 50 രൂപയ്ക്ക് മതി എനിക്ക്. ആ, എന്താടാ വാരിക്കൊണ്ടിരുന്നത്? നീ നിർത്തിയത് പറയണ്ടല്ലായിരുന്നു അല്ലേ? അങ്ങനെയല്ല, ആണോ? അപ്പൊ എന്റെ പ്രിയ സുഹൃത്ത്, ഇത്രയും മത്തി, പൊടി മത്തി ആണെങ്കിലും ഇത്രയും 50 രൂപയാണ്. നല്ല ലാഭമായിട്ടുള്ള കടയാണ് കേട്ടോ നമ്മുടെ അമ്പൂരിയില്. ഇത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിക്കുന്നത് തന്നെയാണ് സ്ഥിരമായിട്ട്, അല്ലേ? അതെ. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതൊന്നും അല്ലേ, ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനി കപ്പയും കൂടെ വാങ്ങിക്കണം കേട്ടോ. അപ്പം വറുക്കാനായിട്ട് ഇത് പറ്റുമോടെ? വറുക്കാൻ പറ്റുമല്ലേ? തീയൽ വെക്കാം, കറി വെക്കാം. ആണോ? ശരി ശരി. 50 രൂപ മീനില്ലേ? 50 രൂപ മീനില് ഫ്രിഡ്ജിലും വെക്കാം. നല്ല ഡയലോഗ് കേട്ടോ. എന്തായാലും ഞാൻ പോവുകയാണ്. വലിയ മീൻ ഇതൊന്നും വേണ്ടല്ലോ. എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടോ? മീൻ പൊതുവെ കുറവാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞായിരുന്നു. മീൻ കുറവാന്ന്. മീന് കൂടുതൽ വരും അല്ലേ? എന്തായാലും മണി 10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഉറക്കപ്പായിന്ന് എണീറ്റ് വന്നത് നോക്കണ്ട കേട്ടോ. രാവിലെ വന്ന ആൾക്കാരെല്ലാം വാങ്ങിക്കൊണ്ട് പോയില്ലേ? ഏകദേശം കഴിയണ സമയത്താണ് ഞാൻ വരുന്നത് എപ്പോഴും. എന്തായാലും പോട്ടെ, നമ്മൾ ഇന്ന് ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. വരുന്നുണ്ടോ അങ്ങോട്ട്? മീനൊക്കെ നമുക്ക് പിന്നെ കച്ചവടം ചെയ്യാടാ. ഉണ്ട്, മുതലാളി വിടൂല. ആളില്ല, ആള് കുറവാണ്. അപ്പൊ നമുക്ക് പോകാം കേട്ടോ. നമ്മൾ ഇവന്റെ ഒരു വാചകം അടിച്ചു നിന്ന് ഇന്ന് മൊത്തം ഞാൻ ഇവിടെ നിൽക്കും. ഇപ്പൊ വിടത്തില്ല, അതാണ് അവന്റെ ഒരു. അപ്പൊ ഞാൻ പോവുകയാണ്. ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര സ്നേഹവും നിന്നോട് എനിക്ക്. അപ്പൊ എന്തായാലും നമ്മൾ മീൻ വാങ്ങി ഇതാ അടുത്ത് ഞാനിതാ കപ്പ വാങ്ങിയിട്ടുണ്ട്. നല്ല വേഗണ കപ്പ എന്നാണ് പറയുന്നത്, അറിയില്ല. നമുക്ക് ഇനി എന്തായാലും അധികം താമസിക്കുന്നില്ല കേട്ടോ. യാത്ര തുടരാം. വീണ്ടും ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. കൂടെ വന്നോളൂ കേട്ടോ. നല്ല കാട്ടുമാങ്ങ കിട്ടും കേട്ടോ. ഒരു വളവും ചേരാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊടിയും ഇത് എന്തോന്നാണ്? വരിക്കയാ കൂഴയാ? പുളിച്ചി മാങ്ങ അല്ലേ? 1 കിലോ എത്ര രൂപ? 80 രൂപ കേട്ടോ. നമ്മുടെ എന്ത് പറയണ മലയോര പറിച്ചുകൊണ്ട് നിൽക്കണം അല്ലേ? മലയോര ഗ്രാമത്തിൽ നിന്ന് ആ മല കാണിച്ചു കൊടുത്തേ. അവിടെ നിന്നും മാങ്ങ പറിച്ച് ദാ ഇവിടെ ഒരു സേട്ടാ കൊണ്ട് വിൽക്കുന്നത് കണ്ടോ. മാങ്ങ എത്ര? 180, വെറും 80 രൂപ. ഈ മാങ്ങ പുളിച്ചി മാങ്ങ നമുക്ക് സാധാ കഴിക്കാൻ പറ്റുമോ? പുളിയല്ലേ? ഇല്ല, അത്ര പുളിയൊന്നുമില്ല അല്ലേ? മാങ്ങ കഴിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? മാങ്ങ കഴിക്കാൻ എനിക്കിപ്പം താല്പര്യമില്ല എന്തായാലും. കണ്ട് ഞാൻ കുറച്ച് മുകളിലായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും മാങ്ങ ഇതുവഴി പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ സേട്ട കയ്യിൽ നിന്ന് മാങ്ങ വാങ്ങിക്കണം. 80 രൂപ അല്ലേ? തുച്ഛമായിട്ടുള്ള പൈസയേ ഉള്ളൂ, 80 രൂപ. നമുക്ക് എന്തായാലും ഇപ്പം മാങ്ങ വാങ്ങി കുറേ നടക്കാനുണ്ട് കേട്ടോ. അത്രയും ദൂരം ഒന്നും. പാലം കഴിഞ്ഞ് എന്തുവാ അവിടെ? എന്തുവാ പാലം കഴിഞ്ഞ് എന്ത് പ്രശ്നം? എന്ത് വണ്ടി ഓക്കെ, നമ്മൾ പോകുന്നില്ല. നമ്മൾ കൊണ്ടെങ്കിലും ഇന്ന് എത്തിക്കും, അല്ലാതെ വിഷയമൊന്നുമില്ല.
ഈ ആന ഇങ്ങോട്ട് വല്ല ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആനയെ പേടിയുണ്ടോ? പേടിയില്ല. ഇവിടെ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചില അങ്ങോട്ടൊക്കെ ഉണ്ട്, ആ മേഖലയിൽ ആനയുണ്ട്. ആന, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കരടിയുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. ഉൾക്കാട്ടിലോട്ടാണ് കേട്ടോ. കുറച്ച് ദൂരം, കുറേ ദൂരം കേട്ടോ, കുറേ ദൂരം നടക്കാനുണ്ട്. എങ്ങനെ ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് എത്തിക്കുന്നു ഒരു ഐഡിയ ഇല്ല ചേട്ടാ. ഈ മലയുടെ അപ്പുറത്ത് എത്രയോ വീടുകൾ കിടക്കുന്നത് ഈ മലയുടെ മറു സൈഡിൽ. അതെ അതെ അതെ, ഒരുപാട്. ഈ മല കണ്ടോ, ഈ മലയുടെ മറു സൈഡ്. ചേട്ടാ ഇവിടെ താമസിക്കുന്നത് തൊട്ട് താഴെയാണ് അല്ലേ? നമ്മൾ ഇനി പോകുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും വണ്ടി ചെളി പൊതിഞ്ഞ് കിടക്ക് പറ്റില്ല അല്ലേ? അപ്പം നടക്കണം. ഇന്ന് തലയിലും കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് കിറ്റും ഒക്കെ പിടിച്ച് ഞാൻ നടക്കാൻ പോവുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ചേട്ടാ ഇപ്പം മാങ്ങ വാങ്ങിച്ചാൽ ശരിയാവില്ല, അങ്ങ് പോവുകയാണ്. 5 മണി വരെ കാണാം. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഞാൻ പോട്ടെ. താങ്ക് യു ചേട്ടാ. ഇപ്പോഴ് നമ്മൾ ഇതാ ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്ത് പോകാൻ നിന്നപ്പോഴും അതേ മരത്തിന്റെ മുകളിൽ നമ്മുടെ ഏടിപ്പാറയിലെ ചേട്ടനാണ്. ചേട്ടാ ഒരു കായ് കൊടുത്തേ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക്. പോയി അല്ലേ? മൊത്തത്തിൽ പോയി. മനുഷ്യൻ കടിച്ചാൽ മൊത്തത്തിലും പോയി, കുരങ്ങൻ കടിച്ചാൽ പിന്നെ നോക്കണ്ടെന്നാണോ പറയണേ? ഏണിപ്പാറ എങ്ങനെ മറക്കും? അതിഗംഭീരമായ ഒരു സ്ഥലം എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് ഞാന്. പോട്ടെ, ഞങ്ങള് എന്തായാലും ഒരു മാങ്ങയൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് പോകാം കേട്ടോ. ഇനി സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്തിപ്പെടാൻ ഒത്തിരി ദൂരമുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞു പോകുകയാണ്, പോകാം നമുക്ക്. മാങ്ങ വാങ്ങിക്കാൻ വന്നതല്ല, അങ്ങ് ഉള്ളിലോട്ട് പോകാൻ പോയതാ. ആന പ്രശ്നമൊന്നുമില്ലല്ലോ. പാലം ഓക്കെ, നമ്മൾ ഈ പാലം കഴിഞ്ഞ് അങ്ങ് മുകളിലോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടോ? ഉൾക്കാട്ടിനകത്ത് റോഡുള്ളോണ്ടേ പിന്നെ കരടിയും ആനയും സിംഹവും പുലിയൊന്നും മണ്ടയിലോട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. മണ്ടയിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഒറ്റയ്ക്ക് ഇവനുണ്ടല്ലോ കൂടെ ക്യാമറമാൻ. ആദ്യം അവനെ പിടിച്ച് ഞാൻ ഇട്ട് കൊടുക്കും. അതെ, പിന്നെന്തുവാ, പിന്നെ ആരെന്ന് വിചാരിച്ചത്? ചേട്ടന്റെ 2ാമത്തെ മോനാണ്. അതെ ആണ്. ഇവിടെ നക്കരെ പോകുമ്പോ ഈ പാലം കയറി പോകുമ്പോ വണ്ടിയിൽ നിങ്ങൾക്ക് എവിടെ വേണേ പോവാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് കാണാൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ മലയാണ് കാണാൻ സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മേലോട്ട് ഇങ്ങോട്ട് പോകണം. നമുക്ക് ഇന്നൊരു പാചകം ചെയ്യാനായിട്ട് ഒരു സ്പോട്ടായിട്ട് ഒരു സ്ഥലം പറയും. നിങ്ങൾക്കല്ലേ ഇതിനകത്തുള്ള കാട്ടിനകത്തുള്ള കാര്യങ്ങൾ അറിയൂ. എന്റെ കൂടെ വരാമോ? വന്നാ സെറ്റ് ചെയ്ത് സ്ഥലം തരാം. നല്ല ഭംഗിയായിരിക്കണം. ആളാരുണ്ട്? ആവശ്യമുള്ള ആളുണ്ട്. ആവശ്യമുള്ള ആളുണ്ട്. ആദിവാസി മേഖലയില് ആളില്ലെന്ന് പറയാൻ പറ്റില്ല, അത്ര മാത്രം ആളുകളുണ്ടല്ലേ. കാണിക്കാം, നമ്മൾ ഒരു ആദിവാസി ഇപ്പൊ അവരെ സെറ്റപ്പ് വേറെയാണ്. അതിന് പാചകം തരാനും അതിനുള്ള സെറ്റുള്ള ആളും അവിടെയാണ്. അവരെ കുടുംബം അവര് മാങ്ങയൊക്കെ പറഞ്ഞു അവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ജോയ് എണ്ണ അവര് മാങ്ങ എടുത്തു അവിടെ സെറ്റ് ചെയ്യാൻ ആളുണ്ട്. വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തന്നിട്ട് ഞാൻ ഇങ്ങനെ പോന്നേക്കാം. വേണോ? നിങ്ങൾക്ക് അർജന്റ് ഉണ്ടോ? ഇല്ല, നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നമുക്ക് വേണം. നിങ്ങളെ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. അത് മതി. അപ്പൊ നമ്മുടെ അവിടുത്തെ ചേട്ടന്മാരുടെയൊക്കെ സൊറ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഈ പാലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. പാലം കഴിഞ്ഞാണ്, കുമ്പിച്ചൽ പാലമാണ്. ഒന്നുകൂടെ കാണിച്ചു കൊടുത്തത്. ഈ പാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ ഒരു 1-2 വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. 4 ചുറ്റും മലകളാണ് കേട്ടോ. മലകൾ ഇതുണ്ട്. ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച ദിവസമായപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ചേട്ടാ? അതെ, ഒരുപാട് ആൾക്കാരുണ്ട്. 7 മണി. അപ്പൊ നമ്മുടെ ഈ ചേട്ടനെ നിങ്ങളെ വീഡിയോയിൽ ഒരുപാട് നാൾക്കൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലേ? നമ്മുടെ കള്ളിക്കാട് ഡാമിന്റെ പരിസരത്ത് അവിടെ നിന്ന് കച്ചവടം മതിയാക്കിയോ? ഉണ്ട്. അവിടെ വൈഫിനെ ഇരുത്തി നിങ്ങൾ ഇങ്ങോട്ട് പോന്ന് ജീവിക്കാൻ വേണ്ടി കണ്ടോ കഷ്ടപ്പെടുന്ന നമ്മുടെ ചേട്ടനെ മറക്കരുതാരും. അപ്പോൾ അതേ പൈനാപ്പിളൊക്കെ നല്ല നീറ്റായിട്ട്. എത്ര രൂപയാണിത്? 50 രൂപയും. നീറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾക്ക് നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരു പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോവാം. എൻ്റെ മീൻ എന്താവുമെന്ന് അറിയില്ല. ഞാൻ ചിലപ്പോൾ അവിടെ പോകുമ്പോൾ മീൻ കരുവാടാവുമെന്ന് നല്ല ഉറപ്പുണ്ട്. എന്തായാലും കഴിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. മുളകും ഉപ്പും ഒക്കെ ഇട്ട് അല്ല ടൂറിസ്റ്റ് മേഖല ആവാൻ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ പാലം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കണ്ണിൽ തൂറ്റരുത്. ഓക്കെ. വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു കുലുക്കണം കേട്ടോ അല്ലേ? കുലുക്കുമ്പോൾ അത് എല്ലായിടത്തും എൻ്റെ
എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻ്റെ വായിൽ നിന്ന് വെള്ളമൊക്കെ ഊറുന്നത് എനിക്കറിയാൻ പറ്റും. പുള്ളിക്ക് തന്നെ ആദ്യം കൊടുക്കുക, കാരണം എനിക്ക് കൊതി കിട്ടാതിരിക്കാനായിട്ട്. അതാ കഴിച്ചോ. എങ്ങനെയാ, സൂപ്പറല്ലേ? നല്ല മധുരം ഉണ്ടാവും മോളെ. സൂപ്പർ, നല്ല മധുരമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഉപ്പും മുളകും ഒക്കെ കൂടെ ആകുമ്പോൾ സൂപ്പർ. അടുത്ത ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരും, നമ്മുടെ ലോട്ടറി വിൽക്കുന്ന അടുത്തോ, നമ്മുടെ ലോട്ടറി വിൽക്കുന്ന ആന്റിയാണ് കേട്ടോ. നമ്മുടെ അമ്പൂരി, നമ്മുടെ നാട്ടുകാരിയാണ്. ഇന്നിങ്ങ് ഇറങ്ങിയാ ചേട്ടന് കൂട്ടിന് വന്നതാ നിങ്ങള്? അവിടെ ഇരിക്കുന്ന ചേട്ടന് കൂട്ടിന് വന്നതാണോ? രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മള് പോട്ടോ. വന്നാ കപ്പയും മീനും ഒക്കെ കഴിക്കാം. കുറച്ച് അപ്പുറത്താണ് പാചകം. പറഞ്ഞെങ്കിൽ വാ. എന്തായാലും എന്തേ നിങ്ങൾ ചാടി ചാവയൊന്നും ചെയ്യരുത്, ചെയ്യരുത്. 5 ലോട്ടറി വിൽക്കാനായിട്ട് വന്നതാണ് നമ്മുടെ ആന്റി. കാരണം എന്ത് പറയാ, ഇവിടെ നിന്ന് വല്ല കച്ചവടം നടക്കുമെന്ന് വിചാരിച്ചു. ഇന്ന് വല്ലതും വിറ്റോ? അവിടെയൊക്കെ വിറ്റ്. എന്നിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അല്ലേ? 3 മണി. ഇനി എപ്പോഴും പോകും തിരിച്ച്? 3:30 ആകുമ്പോ പോകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുക, ഞങ്ങൾ പോകുകയാണ്. പോട്ടോ. ചാടി ചാകരുത്. നമ്മുടെ കുമ്പിച്ചൽ കടവിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമല്ലേ? എങ്ങനെയുണ്ട്? കാണിച്ചോട്ടോ ഒന്നുകൂടെ. എന്റെ അമ്മേ, നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലം അല്ലേ? അതെ 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 അതെ, നല്ല സ്ഥലമാണ്. ഇപ്പൊ വെള്ളം ഉണ്ടോ യഥാർത്ഥത്തില്? കാണോ അല്ലേ? കടത്ത വെള്ളം ഉണ്ടല്ലേ? ആ, ടാറ്റ ടാറ്റ, ബൈ ബൈ. ഞാനും ഇനി വെയിൽ കൊണ്ട് അധികം കരിയുന്നില്ല, നമ്മൾ പോകുന്നു കേട്ടോ. ടാറ്റ. അപ്പൊ നമ്മൾ കുറെ ദൂരമൊക്കെ നമ്മുടെ എന്ത് പറയാനാണ്, കുമ്പിച്ചൽ കടമൊക്കെ കണ്ട് കഴിഞ്ഞത്. ഞാൻ ഒരു മുളമൂടാണ് അല്ലേ? ഉൾക്കാട്ടിനകത്ത് കുറച്ച് കാടാണ് അല്ലേ? ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ പിന്നെ കാണാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലം, നമുക്ക് ഇരുന്ന് പാചകം ചെയ്യാനായിട്ടുള്ള സ്ഥലം നമ്മുടെ ആന്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഇതിലെ കുറച്ച് ദൂരം കൂടെ പോയാൽ മതി അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, വേറെ മൃഗങ്ങളെ കൊണ്ട് ശല്യമുണ്ടോ? ഇപ്പോഴും പകലുള്ള സമയം വരും. പകലില്ല, രാത്രിയുണ്ട്. രാത്രി വരും, പന്നി വരും. ആന അങ്ങനെ? ആനയൊന്നും വരും. ആനയൊന്നും ഇങ്ങോട്ടില്ല അല്ലേ? ആന ഉണ്ട്, ആന ആ സൈഡില്. അതെ അതെ. അപ്പൊ നമുക്ക് പേടിക്കാതിരുന്ന് പാചകം ചെയ്യാം. അവിടെ എന്ത് സാധനം വേണമെങ്കിലും അവിടെ ചെയ്യേ പറക്കോ എന്തോ ചെയ്യാം അല്ലേ? അങ്ങനെ. അപ്പൊ നമ്മുടെ ഇതിനകത്ത് താമസിക്കുന്ന ആന്റിയാണ് ഈ കടവും കണ്ട് നമുക്ക് എന്ത് പറയാം. അത് തന്നെ, ഈ കടവിന്റെ പേരെന്തു പറയും? നമ്മൾ അത് കുമ്പിച്ചൽ കടവെന്ന് പറയും. ഇത് കാരിക്കുഴി പോണ്, പിന്നെ മുളമൂടെന്ന് പറയും ഇതിന്റെ പേര്. ഇത് മെയിൻ പേര് മുളമൂട് അല്ലേ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്താണോ? അമ്പൂരി പഞ്ചായത്തിലെ മുളമൂടാണ് ഈ സ്ഥലത്തിന് പേര്. അപ്പൊ നമ്മൾ ഇനി ഇരിക്കാൻ പോകുന്നത് മുളമൂട്. അടിപൊളിയായിട്ടുള്ള ഒരു പേരല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിനകത്ത് എത്രയോ വർഷം കാലാകാലം താമസിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു ഇപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയത്. അപ്പം ഞങ്ങൾ പോട്ടെ. സന്തോഷം കേട്ടോ, സ്ഥലമൊക്കെ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. അങ്ങോട്ട് വേണമെങ്കിൽ കാണിച്ചു തന്നിട്ട് ഞാൻ പോരാ. ആണോ? കുറച്ച് ദൂരം കൂടെ വരും. നിങ്ങൾ അങ്ങോട്ട് വരിക, അവിടെ വേറെ ആളുണ്ടെങ്കിൽ കൂടെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട്, അവരെ കൂടെ നിങ്ങൾ ക്ഷണിച്ചോളൂ. അവരെന്ന് പറഞ്ഞാൽ ഈ മൊബൈലിനകത്തുള്ളതാണ്. ആന്റി വേറെ ആരൊക്കെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. വേറെ ആള് നിങ്ങളെ കൂട്ടത്തിൽ ഇല്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. പോരെ? മതി. അപ്പൊ നമുക്ക് ആന്റി പറയുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ. ഇതിന് അപ്പുറത്തെ സൈഡൊക്കെ വനം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനപ്പുറത്തെ സൈഡൊക്കെ വനം എന്നാണ്. അപ്പൊ നമ്മൾ എന്തായാലും കുറേ ദൂരമൊക്കെ നടന്നതാ. ഇനി നമ്മൾ നടക്കേണ്ടത് ഈ ഉൾക്കാട്ടിലൂടെയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതാ ഈ ഉൾക്കാട്ടിലൂടെയാണ് നടക്കുന്നത്. വേറെ വല്ല പാമ്പ് ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടോ ആന്റി? ഇല്ല. എന്താ, നിങ്ങൾ ഈ കാട്ടിന്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷെ ഇതൊന്നും പുത്തരിയല്ല. അതുകൊണ്ട് അവർക്കാർക്കും ഒരു പേടിയില്ല കേട്ടോ. നമുക്കാണ്. ഞാൻ ഈ ഊഞ്ഞാലാണ് ഇത് നോക്കിയിരുന്നത് കേട്ടോ. മുമ്പ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ കടവിൽ വന്നിട്ടുണ്ട്. ഊഞ്ഞാല ഊഞ്ഞാല. അപ്പൊ നമുക്ക് ആന്റിയെ കിട്ടിയപ്പോ വളരെ സന്തോഷം എനിക്ക് കേട്ടോ. സത്യം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വന്നതാണോ ഇവിടെ? ഓ, സിറ്റിയിലുള്ള ആൾക്കാർ കൂടാൻ വരുന്നത് ഇവിടെ വന്ന്.
പിന്നെ വെള്ളം ഇപ്പം മഴ പെയ്തും വെള്ളം ഇറങ്ങി വെള്ളം അവിടെ വരെയും കയറി കിടക്കുമായിരുന്നു അല്ലേ? നല്ല കഴിച്ചിട്ടൊക്കെ ഇട്ടേക്കുന്നത് പാർട്ടി. അപ്പൊ എന്താ പറയാ, നല്ല തണലും നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലവും നമുക്ക് ഇരിക്കാനും നമ്മുടെ മനസ്സും മൈൻഡും ഒക്കെ നല്ല എന്തു പറയാനാണ് കൂളിംഗ് ആക്കാനും പറ്റിയ ഒരു സ്ഥലം അല്ലേ ആൻറ്റി? നല്ല സ്ഥലം, നല്ല അടിപൊളിയാണ്. ശുദ്ധവായു കേട്ടോ. ഇവർ ശ്വസിക്കും പോലെ ഒരു വായു അല്ല നമ്മൾ ശ്വസിക്കുന്നത്, കാരണം പൊല്യൂഷൻ നിറഞ്ഞതാണ്. ശുദ്ധവായു, ശുദ്ധ കാറ്റ്, എന്തു പറയാനാണ്, എല്ലാം ശുദ്ധം തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നീ വെള്ളം ഇവിടെ വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, അടുപ്പുണ്ട്. അതെവിടെ വെള്ളം ഉപ്പൊക്കെ ഉണ്ടെന്ന് വെള്ളം ഇതാണ്ട് ഇവിടെ ഈ മരത്തിന്റെ മൂട്ടി വെച്ച് അടുപ്പുണ്ട്. അടുപ്പ് എവിടെ? ഓ പയ്യന്മാര് അതോ അവിടെ അടുപ്പുണ്ട് കേട്ടോ. ഓ ശരിയാ. നമുക്കിന്ന് പാചകം ചെയ്യാൻ പറ്റിയ സ്പോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം. നമുക്ക് പാചകത്തിന് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇതല്ലേ, നല്ലൊരു പ്ലേസ്. എന്തായാലും കൊള്ളാം അല്ലേ? കൊള്ളാം ആൻറ്റി, അടിപൊളിയാണ്. നമ്മൾ എന്തായാലും ആൻറ്റി താഴ്ചയില്ല കേട്ടോ, ഇവിടെ ഒന്നും താഴ്ചയില്ല. മുളമൂട് അല്ലേ? മുള. ഓ ഓക്കെ ഓക്കെ. 4 സൈഡും മുളയുള്ളത് കൊണ്ടായിരിക്കും അല്ലേ? കിളിർത്തതാണ് അല്ലേ? വെട്ടിക്കൊണ്ട് പോകും. പുറത്തുനിന്ന് ആൾക്കാർ വെട്ടുന്നതാണോ, നിങ്ങളാണോ വെട്ടുന്നേ? ആണോ അല്ലേ? അതൊക്കെ ഫോറസ്റ്റ് ഏരിയ. അതെ. നമ്മള് മീന് കരുവാടായോന്നറിയില്ല ആൻറ്റി, വാങ്ങിച്ച് വെച്ചിട്ട് മണിക്കൂറായി. ഇങ്ങനെ സൊറ പറഞ്ഞ് ഇടയ്ക്കാണ്. ഓ ചീങ്കണ്ണി എല്ലാം ഉണ്ടോ? ഇറക്കി വിട്ടിട്ടുണ്ട്. ഡാമിൽ 2 ചീങ്കണ്ണി ഇറങ്ങിയെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. ഇറക്കി വിട്ടത് രണ്ടും അത് പഴക്കമുള്ള ആള്. അപ്പൊ ഇണക്കമുള്ള ചീങ്കണ്ണി എന്നാണോ പറയുന്നേ? ഒരാണും ഒരു പെണ്ണിന് മഴ സമയത്ത് അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. വെള്ളമുണ്ട്. ഓ മുട്ടയിടുന്ന സീസൺ. ഓ അവര് പ്രത്യുൽപാദനത്തിന് ഇറക്കിയെന്ന് പറയും നിങ്ങള്. ഇവിടെ ഏത് സ്ഥലം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം, എല്ലാം ഉപയോഗിക്കാം. ചങ്കും കോണമാണ്. അതെ അതെ അതെ, ചങ്കും കോണം. ഓ ഇത് ചതുപ്പല്ലേ അങ്ങോട്ടൊക്കെ. നമ്മൾ ഇത് ഇലയൊക്കെ ഒന്ന് വെട്ടി കളയട്ടെ, എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ ഭയങ്കര ഇരുളിച്ചയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ പാചകം ചെയ്യാം. വിറക് എടുക്കേണ്ടല്ലായിരുന്നു കേട്ടോ, കുറേ വിറക് കൊണ്ടുവന്നു. അതെ അതെ. കൊണ്ടുവരൂല അല്ലേ? നമ്മള് അറിഞ്ഞില്ല. രാവിലെ റോഡാണ്, ആ റോഡ് ബസ് പോകുന്നത്. ഓ ഈ മരത്തിന്റെ ചോല കൊണ്ട് കണ്ടുകൂടാ. ബസ് പോകുന്നതല്ലേ കാണാം. ആ മുക്കിൽ വന്ന് നമ്മളെ റേഷൻ കട അവിടെ ഉണ്ട്. അതെ അതെ. ആ മുക്കിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിയല്ല, അങ്ങോട്ട് പോകണത്. അങ്ങനെ കറങ്ങി ആ കോണിൽ അങ്ങ് പോകും ബസ്. ആന്റിയുടെ പേര് പറഞ്ഞേ? പേര് ചോദിച്ചില്ല. സരോജ. താങ്ക് യു ആന്റി, വളരെ സന്തോഷം. ഇതിലേ ഇവിടെ പോയാൽ അങ്ങ് ബസ് വരെ കാണാൻ പോയാ. ഈ വെള്ളം ഇറങ്ങി കിടക്കും. ഈ വെള്ളം ഇങ്ങനെ വെള്ളം ഒരു കുംഭമീന മാസമാകുമ്പോൾ വെള്ളം പറ്റി. നല്ല ശുദ്ധ ആന്റി, നല്ല വെള്ളമാണല്ലേ? ഇപ്പോഴൊന്നും ഇറങ്ങാം. ഇപ്പോഴും ഇതിലെ കുറച്ചിറങ്ങാം. എങ്കിലും ചങ്ങാടോ വെള്ളമോ ട്യൂവോ നീന്തി അങ്ങ്. ഇപ്പൊ വെള്ളം കേറി, ഇപ്പൊ ഒരുപാട് വെള്ളം കേറി, അങ്ങ് വരെ കേറി കേട്ടോ വെള്ളം. വലകെട്ടുകാര് അവരിവിടെ ഇട്ട് അടുപ്പ് വെച്ച് അടുപ്പ് കൂട്ടി വെള്ളം വേവിക്കുക, വറക്കുക, അവര് കഴിക്കും. എന്തായാലും നിങ്ങൾ നിക്കും, ഞങ്ങള് കപ്പയും മീനൊക്കെ വെച്ചിട്ട്. ഇനി ഒന്നും വേണം, കൊച്ചിനെ കൊണ്ടുവരാൻ പോകണം. മോള് മരുമോളുണ്ട് കൂടെ ഉണ്ട്. വളരെ സന്തോഷം. 3 മക്കളുള്ളതും 3 എടുത്താണ്. അവര് അവർ 2 പേര് കർണാടകയിൽ. ഇങ്ങനെ നമ്മള് കുശല അന്വേഷിക്കാണ്. 2 പേര് കർണാടകയിൽ, ഒരാള് ആയൂരുള്ളവര് ആഴ്ച. മോനോ മോളോ? 3 പേരും മക്കള്. ആ മക്കള്. ഇല്ല പേടിയില്ല. ഈ പകലുള്ള സമയം ഒരു വൈകിട്ട് 8 മണിയായി കഴിഞ്ഞാൽ ചിലപ്പം പന്നിയിറങ്ങും. അത്രേ ഉള്ളൂ. അല്ലാതെ പേടിക്കാനില്ല. പിന്നെ ഫോറസ്റ്റുകാർ വന്നാലും ഇതുപോലെ നിങ്ങള് ഭക്ഷണം വീഡിയോ എടുക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളെ പേരും ഞങ്ങൾ പറയും. ഇതുപോലെ വന്നിട്ട് ശരി ആന്റി, താങ്ക് യു. ഒടിച്ച് അതെ. നല്ല വിറക് കേട്ടോ, ഉണക്ക വിറക്. ഈ മരത്തിൽ നിന്നൊക്കെ ഒടിച്ച് വിറക്കി അങ്ങോട്ട് ഭക്ഷണം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത നൊസ്റ്റോളജി കേട്ടോ.
ആ ആ ആ, അതെ 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 അതെ. നിങ്ങളെ വീട് പാല് കാച്ചൊക്കെ വരുമ്പോ ഞങ്ങൾ ഉണ്ടെങ്കിൽ വരും. അതെ അതെ, പണിയുണ്ട് ഇനി വീട്ടിൽ. അപ്പം നമുക്ക് വീടുണ്ടല്ലോ, നമുക്ക് പാചകം ചെയ്യാനുള്ള വിറവുമായിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും മീന് നമ്മുടെ മത്തി മീന് എന്ത് പറയാനായിട്ട് കരുവാടായിട്ടുണ്ട് കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ. എന്ത് പറയാൻ, കുറേ നേരമായല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ വെള്ളമല്ല കേട്ടോ, വേറെ വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ ഫസ്റ്റ് കഴുകാനായിട്ട് ഞാൻ ഇവിടുത്തെ വെള്ളം എടുത്തിട്ടുണ്ട്. വേറെ വെള്ളം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, മീനിൻ്റെ ചെതുമ്പൽ കളയാം. ഇതൊന്ന് കഴുകി തീരുമെന്നൊന്നും എനിക്കറിയില്ല. അത്രമാത്രം മീനുണ്ട് കേട്ടോ, നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നല്ല പച്ച മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്ത് തന്നത്. കൊള്ളാം, അടിപൊളിയാണ്. നല്ല സ്പോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇടയ്ക്കൊക്കെ വന്ന് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ഇരുന്ന് പാചകമൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട്. എല്ലാം സടപടി. ചെറിയ മത്തി ആയതുകൊണ്ട് ഒത്തിരി ടൈം പിടിക്കും കേട്ടോ. കുറേ നമുക്ക് വറുക്കാനും കൂടെ എടുക്കാം കേട്ടോ. വറുത്തും കറി വെച്ചും കപ്പ പുഴുങ്ങിയും ഒക്കെ കഴിച്ചിട്ട് ഇന്ന് പോകുന്നുള്ളൂ. അപ്പം വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിക്കുകയാണ്, കൂടെ വന്നോളൂ കേട്ടോ. പുലരെ പൂന്തോണിയിൽ ചെറുമീൻ വെള്ളാട്ടമാ കാണാക്കും. അടിപൊളിയാണ്. എന്ത് പറയാനാണ്, സ്പോട്ടായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ എനിക്കെന്തോ പ്രത്യേക തരം ഒരു വൈബ് തോന്നുകയാണ്. എന്തായാലും തീ നന്നായിട്ട് കത്തുന്നുണ്ട്. വിറവിന് ഒരു ക്ഷാമവും വന്നിട്ടില്ല കേട്ടോ. മരത്തിൽ നിന്ന് വേണമെങ്കിൽ ഓടിക്കാം, താഴെ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും ഞാനിതാ കപ്പ തീ നന്നായിട്ട് ഞാൻ കൊണ്ടുവന്ന വെള്ളത്തിൽ ഇതാ ഇട്ട് വെച്ചേക്കുകയാണേ. ഇതിനെ ഞാനിതാ വാരി ഇടാൻ പോവുകയാണ്. അപ്പം നമുക്ക് കപ്പ ആദ്യം വേവിച്ച് എടുക്കാം കേട്ടോ. വെള്ളം നല്ല ചൂടായിട്ടുണ്ടെന്നേ. നല്ല 2 തിളപ്പിൽ വേകുന്ന കപ്പ എന്നാ കടയിലുള്ള കുട്ടി പറഞ്ഞത്, അറിയില്ല. അയ്യോ, ഒരു കപ്പ മുഴുവനെ പോയി കേട്ടോ. കുഴപ്പമില്ല, വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പം നമ്മുടെ അടുപ്പത്തിട്ട് നമ്മുടെ പുറത്തെ പാചകമാണ് കേട്ടോ. കണ്ടോ, കപ്പ ഇരുന്ന് ഇനി നന്നായിട്ടൊന്ന് റെഡി ആയിക്കോട്ടെ. ആ സമയം നമുക്ക് മീനൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുക്കാം. എന്തായാലും നല്ല തിളച്ച് വേവാറായിട്ടുണ്ടെന്ന് തോന്നുക. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ, ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ വൈബായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇതുപോലെ ഫുഡ് വെച്ച് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ ഇന്ന് ആരും ഫുഡ് കഴിക്കാണ്ട് പോകരുത്. നമ്മുടെ കപ്പ, അതായത് മരിച്ചീനി വേവിച്ചതും മത്തി വെള്ളത്തിൽ കിടക്കുന്നേ ഉള്ളൂ. മത്തി കറിയും വെക്കേണ്ടതുണ്ട്, കഴിച്ചിട്ടേ പോകാവൂ. ഏതാണ്ട് കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ അമ്മേ, നല്ല മുട്ട പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഓർത്തില്ല ഇത്ര പെട്ടെന്ന് വേകുന്നത്. നല്ല കപ്പയാണ്. അപ്പോൾ ഇത് വയലും മരിച്ചീനിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് വെന്തത്. കണ്ടോ, മുട്ട പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാവ്. ഇനി ഇതിനെ നമുക്ക് എടുത്തിട്ട് മത്തി കറി വെക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിനി മത്തി കറി വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. കപ്പയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മേ ഇതെന്തുവാ തുറക്കാൻ പറ്റാത്തത്. അപ്പം നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതും നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. വലിയ പാചകക്കാരിയൊന്നുമല്ല, അറിയാമെന്നുള്ള രീതിയിൽ അങ്ങ് പാചകം ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ഇളം കാറ്റ് കേട്ടോ. തേങ്ങാക്കുലകൾ കണ്ട് ആടുന്നത് കണ്ടു. നല്ല രസമുണ്ട്. വൈബായിട്ടുള്ള ആ മലയുടെ തീരത്തിരുന്ന് എൻ്റെ ഒരു പാചകവും. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിത്തീർന്ന് നമ്മുടെ 2 കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ചെറിയ ഉള്ളി പേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇന്ന് കുടംപുളി ഇട്ടുള്ള കറിയാണ് കേട്ടോ. ഈ കറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല മണം വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മത്തിക്കറിക്ക് മസ്റ്റായിട്ട് കുരുമുളക്. ലാസ്റ്റ് ഞാൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. നമുക്ക് മുളക് പൊടി കേട്ടോ, അവനവൻ്റെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെന്തായാലും ഞാൻ എൻ്റെ ഒരു എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കുടംപുളി ഇട്ട മീൻ കറിക്ക് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി,
ഉലുവ പൊടിയാണേ, പൊടിച്ച് വെച്ചതാണ് ഉലുവപ്പൊടി. എത്രയൊക്കെ തന്നെയല്ലോ. ഇനി ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ കഴുകണം. മീൻ ഒന്നുകൂടെ കഴുകേണ്ടതുണ്ട്. കഴുകി ഒത്തിരി നേരം വെച്ചിരുന്നതാണ്, അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ അവസാനമായിട്ട് ഫൈനലായിട്ട് കഴുകി എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുന്നവരെ ഞാനൊന്ന് വെളിയിലോട്ട് ചാടിപ്പോവുക കേട്ടോ. കുടംപുളി നമുക്ക് കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ. അതിനുള്ള പാത്രങ്ങളൊന്നും ഇല്ലെന്നേ. ഇപ്പം ഞാൻ ഇത് കുടംപുളി കുതിർത്ത് വെച്ച് എടുക്കാനുള്ള പാത്രങ്ങളൊന്നുമില്ല. മീൻ ഒരിക്കൽ കൂടെ കൊണ്ടുവന്ന വെള്ളത്തിൽ ഞാൻ കഴുകുകയാണ്. എല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പുറത്തെ പാചകത്തിന് പോകുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാം, നമ്മൾ എല്ലാം വലിച്ചു വാരി കെട്ടിക്കൊണ്ട് ഇവിടെ വന്നാലും ഏതെങ്കിലുമൊക്കെ സാധനം മറക്കാണ്ടെന്ന് ഇരിക്കില്ല അല്ലേ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയൊക്കെ ഒരു പാചകമാണ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ എവിടെ പോയാലും വെള്ളം കൊണ്ടുപോകും കേട്ടോ. വെള്ളം കൊണ്ടുപോകും. ഒരു 2 ബോട്ടിലുള്ള 2 കുപ്പിയിലുള്ള വെള്ളം നമ്മൾ തീർത്തിട്ടുണ്ട്. 3 കുപ്പിയിലുള്ള കേട്ടോ. ഇനിതാ ഒരു കുപ്പിയും കൂടെ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന വെള്ളം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ മീനും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുക്കുകയും കൂടെ ചെയ്ത ഭക്ഷണം റെഡി കേട്ടോ. കുരുമുളകാണേ. മീൻ ഇനി ഏത് പരുവായിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മത്തി മീനിന് മസ്റ്റാണ് കുരുമുളക്. കുരുമുളക് കേട്ടോ. അല്പം കൂടെ നമുക്ക് ഇത് അരപ്പ് വറ്റേണ്ടതുണ്ടേ. നല്ല കാറ്റായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തീ അണയാണ്, അതാണ് കേട്ടോ താമസിക്കുന്നത്. മണിക്കുയിലേ മണിക്കുയിലേ മൗനരാഗം പാടു. അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ എത്ര പാട്ട് പാടി? ഒരു പാട്ടും അല്ല കേട്ടോ. എൻ്റെത് പാട്ടായിട്ട് പറയണ്ട. എങ്കിലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതുക. നല്ല രസമുണ്ട്. പൊള്ളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതേ കണ്ടു നോക്കൂ, അടിപൊളിയായിട്ട് ആ മലനിരകൾ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേടാ. എൻ്റെ ഇതൊന്നും ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് പറയാണ്ടിരിക്കാൻ കേട്ടോ. അത്രത്തോളം അടിപൊളിയാന്നേ. നല്ല രസമുണ്ട്. നമുക്ക് കാണാ കാഴ്ചയിൽ ഉൾപ്പെടുത്തി പോകേണ്ട ഒരു സ്ഥലം കൂടെ തന്നെയാണ് നമ്മുടെ അമ്പൂരിയിലെ മുളമൂട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന് ഫുഡൊക്കെ വെച്ച് കഴിച്ച് കുളിച്ചൊക്കെ കയറാൻ കേട്ടോ. ഇപ്പം മഴക്കെടുതി ആയതുകൊണ്ട് ഒത്തിരി വെള്ളം ഇവിടെ വരെ വന്നിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് വന്നിട്ടുള്ള സമയത്ത് ഇത്രയും വെള്ളമൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ പ്ലെയിനായിട്ട് കിടന്നതാണ്. ഇതൊക്കെ വെള്ളം കയറിയതാണ് ഈ ടൈമിൽ കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ വന്നോളൂ. ഊണ് കാലമായി, നമുക്ക് കഴിക്കാന്നേ. വന്നോളൂ. വാ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്ത് പറയാനാണ്, ക്ഷണിക്കുകയാണ് കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മത്തിക്കറിയും. സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. മണി 3:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. കാരണം നമ്മുടെ കാറ്റ് കാരണം അധികം അടച്ചു വെക്കട്ടെ, പൊടി വീഴ. അപ്പോൾ കാറ്റ് കാരണം തീ അണഞ്ഞണഞ്ഞ് പോവുക കേട്ടോ. അതാ പറയാൻ വന്നത്. അപ്പം ഞാൻ മത്തി കറിയും നല്ല കപ്പയും ഒക്കെ ആയിട്ട് കഴിക്കാൻ പോവുകയാണ്. വീണ്ടും എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വരാണ്ടിരിക്കരുത്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. സൂപ്പറാണ് കേട്ടോ. എന്തു പറയാനാണ്, ആ കുരുമുളകിൻ്റെ ടേസ്റ്റും പറയാണ്ടിരിക്കാൻ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുക്കുക മത്തിക്കറി. പറയാണ്ടിരിക്കുക. സത്യം, ഞാൻ ഉള്ള കാര്യം പറയാം. സൂപ്പറാണ്. നല്ല എരിയൊക്കെ കഴിക്കുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ. നല്ല എരി കഴിക്കുന്നവർക്ക്. നല്ല മീൻ വറുത്തതുണ്ട് കേട്ടോ. മത്തി വറുത്തത് അടിപൊളിയാണ്. കുറച്ച് പൊടിയും കൂടെ എടുക്കാം കേട്ടോ.
കുരുമുളക് ഇട്ട് വറുത്തതാണ്. അല്ലെങ്കിൽ പണ്ടേ എനിക്കങ്ങനെയാണോ, പുറത്തൊക്കെ പോയി തെണ്ടി തിന്നോട് വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ കേട്ടോ. ഇങ്ങനെ വന്നിരുന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ കുറേയൊക്കെ കഴിക്കാറുണ്ട്. നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആളാണ്. സത്യം പറയാമെങ്കിൽ നല്ല എരി കഴിക്കുന്നവർക്ക് പറ്റിയതാണ് ഇന്നത്തെ എൻ്റെ മത്തിക്കറി കേട്ടോ. നല്ല എരി വരുന്നുണ്ട്. എന്ത് പറയാനാണ്, അത്രയും നല്ല ടേസ്റ്റും ഉണ്ട്, എരിയുമുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം അടിക്കണവർക്ക് പറ്റിയത്. സത്യം, നീ പറഞ്ഞത് സത്യമാണോ? അവർക്ക് പറ്റിയ ഷാപ്പിലെ കറി എന്നൊക്കെ പറയില്ലേ, ആ കൂട്ട് തോന്നുന്നു എനിക്ക്. അത്രയും നല്ല കുരുമുളക് ഇട്ടപ്പോൾ നല്ല കുടംപുളി ഇട്ട് അങ്ങനെ വറ്റിച്ചെടുത്തപ്പോൾ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത ആ ഒരു സ്വാദും, വാ, അത്ര ടേസ്റ്റാണ് കേട്ടോ. നിനക്കത് മനസ്സിലായല്ലേ? അപ്പോൾ എന്ത് പറയാനാണ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായ എന്നെ മറക്കരുത്, ഞാനും നിങ്ങളെ മറക്കില്ല. ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ. ഇതൊന്ന് ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. അപ്പം ക്യാമറ ഓഫാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഇതത്രയും തിന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പം ടാറ്റ, ബൈ ബൈ. മറക്കരുത് തന്നെ കേട്ടോ. ലൈക്ക് ചെയ്യുക എന്നുകൂടി പറഞ്ഞില്ല. ആ, ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയറൊക്കെ ഞാൻ പറഞ്ഞു, ഷെയർ ചെയ്യണമെന്നൊക്കെ. ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അടുപ്പത്ത് നല്ല വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്ത് പറയാനാണ്, തീ കെടുത്തിയിട്ടിട്ടേ പോകാവൂ. അത്രയും കരിയില ഉണങ്ങി കിടക്കുന്നതും കൂടെയാണ് കേട്ടോ. അപ്പം പടരും തീ, അതുകൊണ്ടാണേ.